അമ്മേ ശരണം, ദേവീ ശരണം, ചോറ്റാനിക്കര അമ്മേ ശരണം. ചോറ്റാനിക്കരയിലെ ഭജനം. അഭയപ്രദായിനിയായ ചോറ്റാനിക്കര അമ്മയുടെ ഇഷ്ട വഴിപാടാണ് ഭജനം പാർക്കൽ. ദുഃഖദുരിതങ്ങൾ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസത്തിൻ്റെ കുളിർമഴയാണ് ചോറ്റാനിക്കരയിലെ ഭജനം. ബാധാദോഷം ഏറ്റവരും മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരും വിവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരും ചോറ്റാനിക്കര അമ്മയെ അഭയം പ്രാപിച്ച് ഭജനം പാർക്കുന്നു. ഭജനം ചെയ്യുന്നവർ ക്ഷേത്രത്തിൽ മുൻകൂട്ടി എത്തി ദേവസ്വത്തിൽ നിന്നും രസീത് എടുക്കണം. 60 രൂപയാണ് ഒരാൾക്ക് ഭജനത്തിന് രസീത് തുക. ഒരു ദിവസം മുതൽ എത്ര ദിവസം വരെ വേണമെങ്കിലും ഭജനമിരിക്കാവുന്നതാണ്. ഭജനമുള്ളവർ ശിവനടയിലെ 2 ധാര, മേൽക്കാവിലെ എല്ലാ പൂജകളും, കീഴ്ക്കാവിലെ 2 നേരമുള്ള ഗുരുതി നിവേദ്യ സമർപ്പണം, രാത്രിയിൽ മേൽക്കാവിൽ നട അടച്ച ശേഷം മേൽക്കാവിലെ മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ കീഴ്ക്കാവിൽ നടക്കുന്ന വലിയ ഗുരുതി എന്നിവ കണ്ടു തൊഴണം. ശേഷം ഗുരുതിക്കട്ട, ഗുരുതി തീർത്ഥം ഇവ സ്വീകരിക്കണം. ബാധയേറ്റവരുടെ ബാധാദോഷം മാറുന്നതുവരെ ക്ഷേത്രത്തിൽ ഭജനം പാർക്കണം. ഇതിനിടയിൽ ഋതുമതികളാകുന്ന സ്ത്രീകൾ ക്ഷേത്രവളപ്പ് വിട്ടുമാറി താമസിക്കണം. അവർക്ക് 7 ദിവസം കഴിഞ്ഞ് വീണ്ടും ഭജനം കൂടാവുന്നതാണ്. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഭജനം വളരെ പ്രശസ്തവും പ്രാധാന്യവുമുള്ളതാകുന്നു. തന്നെ അഭയം പ്രാപിക്കുന്ന മക്കളെ ചോറ്റാനിക്കര അമ്മ മാറോടണച്ച് ആശ്വസിപ്പിക്കുന്നു. ഭജനം പാർക്കുന്നവർക്ക് ദേവസ്വം റൂം സൗകര്യം നൽകുന്നുണ്ട്. കൂടാതെ പുറത്തും താമസിക്കാം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഭജനം പാർക്കുന്നവർക്ക് പ്രത്യേക ദർശന ക്യൂ ഉണ്ട്. അവർക്ക് കഴിക്കാൻ വേണ്ടി പൂജ കഴിഞ്ഞ് നിവേദ്യച്ചോറ് വിതരണവുമുണ്ട്. ഭജനമുള്ളവർ പുറത്തുനിന്നും മറ്റ് ആഹാരം ഒഴിവാക്കേണ്ടതാണ്. പകലുറക്കം ഒഴിവാക്കണം. ബലവർഗ്ഗങ്ങൾ അത്യാവശ്യം കഴിക്കാം. ദേവിയിൽ മനസ്സർപ്പിച്ച് ഭജനം പാർത്താൽ അതിൻ്റേതായ ബലമുണ്ടെന്നുള്ളത് ധാരാളം ഭക്തർക്ക് അനുഭവമാണ്. കുംഭമാസത്തിലെ കൊടിയേറ്റ് ഉത്സവ കാലയളവിൽ ഭജനം വഴിപാട് ഉണ്ടായിരിക്കുന്നതല്ല. ഭജനം അവസാന വചനം, സകല ദുഃഖത്തിനും ചോറ്റാനിക്കരയിലെ ഭജനം അവസാന വചനം. ചോറ്റാനിക്കര അമ്മേ ശരണം.